ഇറ്റ്സ് മീ നീതി സ്ലോഗിന്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ക്ഷീണമൊക്കെ മാറാനും അതുപോലെ കളറൊക്കെ വെക്കുന്നതിനുമൊക്കെ പറ്റിയ നല്ലൊരു ക്യാരറ്റ് സ്മൂത്തിയുടെ റെസിപ്പിയാണ്. ഒരുപാട് ഹെൽത്തി ഗുണങ്ങളുള്ള ഒന്ന് തന്നെയാണ് ക്യാരറ്റും റാഗി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഒരുപാട് പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണ്. അപ്പം നമ്മളിന്ന് ക്യാരറ്റ് റാഗി സ്മൂത്തിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നല്ല നിറം വയ്ക്കാനും അതേപോലെ നമുക്ക് ക്ഷീണമൊക്കെ മാറിക്കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 സ്പൂൺ റാഗിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് ഉണക്കി നമ്മൾ പൊടിച്ച് വറുത്തെടുക്കുന്ന റാഗി ഉണ്ടല്ലോ, അതിൻ്റെ 2 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്പൂണിന് 2 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം റാഗി. അതിനുശേഷം മാത്രമേ നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ 2 സ്പൂൺ റാഗി നമുക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഡൈല്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ജാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ലേശം വെള്ളം വേണം. ആ വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്കിത് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് ഞാൻ കട്ടകളൊന്നും ഇല്ലാതെ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലൊരു ബ്ലെൻഡറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സാധാരണ സ്പൂണൊക്കെ നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുന്നൊരു സാധനമാണ് ഈ ബ്ലെൻഡർ കേട്ടോ. അപ്പം നമുക്ക് എല്ലാ സാധനവും മുട്ടയാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത്. അപ്പം നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഒന്ന് കുറച്ച് നേരം ബ്ലെൻഡ് ചെയ്യാം. നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒരു സാധനം എൻ്റെ അറ്റത്തുണ്ട് കേട്ടോ, അത് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ സെയിം പ്രോഡക്റ്റ് ആയിരുന്നു. ഇപ്പം ഞാൻ സേഫ്വേയുടെ പ്രോഡക്റ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നാട്ടിൽ വേറെ ആയിരിക്കും, പക്ഷേ ഈ സെയിം പ്രോഡക്റ്റ് നാട്ടിലുണ്ട്. അതിന് 2 സ്വിച്ചസ് ആണുള്ളത്. അപ്പം നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ സ്പീഡിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ വീണ്ടും പറയുക, പ്രൊമോഷനല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് നിങ്ങളെ ചെയ്ത്, കാരണം ഇതുപോലെ നമുക്ക് ഈസിയാണ്. മുട്ടയാണെങ്കിലും എന്ത് വേണേലും ബീറ്റ് ചെയ്യാനായിട്ടേ. അപ്പം നമ്മളിതിനിപ്പോൾ ബ്ലെൻഡ് ചെയ്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരു പാനിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതായത് വേവിച്ചൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് വേവിച്ച് കുറുക്കിയെടുക്കാം. ഞാൻ ഗ്യാസ് കത്തിച്ചുകൊണ്ട് അപ്പോൾ ഇതേപോലൊരു ചായപാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കട്ടകളൊന്നും ഇതിനകത്തില്ല. അപ്പോൾ നമ്മളിത് ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് കുറുക്കിയെടുത്തിട്ട് വരാം. കാരണം റാഗിയൊക്കെ കുറുക്കാനായിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. കാരണം നമ്മളിത് ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് ഇത് മുറുകി വരുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ റാഗി ഇവിടെ കണ്ടോ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കണം. തണുപ്പിച്ചിട്ട് മാത്രമേ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്തിട്ട് വരട്ടെ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ക്യാരറ്റൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോഴത്തേ ഞാൻ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഇതേപോലെ ആണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് വലിയ കഷ്ണങ്ങളായിട്ടിട്ട് നമ്മൾ അരിഞ്ഞ് ഇതുപോലെ വലിയ കഷ്ണങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അരച്ചെടുക്കാനായിട്ട് പാടായിരിക്കും. പിന്നെ ഞാനൊരു 10-12 റേസിൻസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡേറ്റ്സ് എടുക്കുക. ഞാനിപ്പോൾ റേസിൻസ് ആണ് മധുരത്തിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ റാഗിയൊക്കെ ഇവിടെ തണുത്തിട്ടുണ്ട്. ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ നമുക്ക് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് നമുക്കിപ്പം അടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുക്കാം. അപ്പോൾ അത് ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ച് കൊടുത്തിട്ടുള്ള ക്യാരറ്റും ഈ ഒരു റേസിൻസും കൂടെയാണ് കേട്ടോ ഞാനിപ്പം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഫുൾ ക്രീം മിൽക്ക് ലേശം വളരെ കുറച്ച് അളവിൽ മാത്രമേ ഞാൻ മിൽക്ക് എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞത് അരഞ്ഞ് കിട്ടത്തില്ല. അപ്പം ലേശം മിൽക്ക് ഒഴിച്ചിട്ട് നമുക്കിപ്പോൾ ഇനിയിപ്പം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നോക്കാം. പിന്നെ ഞാൻ പറയാനായിട്ട് വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡേറ്റ്സ് ആണെങ്കിലും അതേപോലെ ഇപ്പോൾ ഞാൻ എടുത്ത പോലെ റേസിൻസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തതിന് ശേഷം മാത്രമേ
ആഡ് ചെയ്ത് കൊടുക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്കിനി ഇത് കുറച്ചും കൂടെ ഉണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ബദാം മിൽക്ക് വേണമെങ്കിൽ ബദാം മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സാധാരണ പശുപാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചിലർ വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഞാനിവിടെ പച്ചപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ സ്മൂത്തിക്ക് സാധാരണ പച്ചപ്പാൽ തന്നെയാണല്ലോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് റൈസൻസ് ഒക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് മധുരത്തിനൊന്നും ഇനി വേറെ ഒന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ദേ കണ്ടോ, ഈ ഒരു പരുവത്തിൽ ഞാൻ പാലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോഴത്തേക്കും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ക്യാരറ്റൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു ഓറഞ്ച് കളറാണ് ഇതിലുള്ളത്. ഇതിനകത്ത് ഞാൻ ചിയാ സീഡ് ഓൾറെഡി ഞാൻ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുന്നതിന് മുന്നേ ഓൾറെഡി നമ്മൾ ഇട്ടിരിക്കണം ചിയാ സീഡ്, എന്നെങ്കിൽ മാത്രമേ നമ്മളിത് ചെയ്തെടുക്കുന്ന ഒരു സമയം കൊണ്ടെങ്കിൽ അത് നന്നായിട്ട് കുതിർന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോഴത്തേ ഞാനിത് അരിച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അരിച്ചെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കട്ടകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോവും, അതുകൊണ്ടാണ്. അപ്പം അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു 2 ഗ്ലാസ്സോളം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അരിച്ചെടുക്കാൻ താല്പര്യമില്ല, ഡയറക്റ്റ് ഒഴിച്ച് കുടിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഒന്ന് അരിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇതേപോലെ ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചിയാ സീഡ് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് അളവിലേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, കാരണം മക്കൾക്ക് ഒന്ന് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിയാ സീഡ് അത്ര ഇഷ്ടമല്ല. അപ്പോഴത്തേക്കും നമ്മുടെ റാഗി ക്യാരറ്റ് സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് സ്മൂത്തിയാണ്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ നിറം വയ്ക്കാനും അതുപോലെ നമുക്ക് ക്ഷീണമൊക്കെ മാറിക്കിട്ടാനും ഒക്കെ നല്ലൊരു സ്മൂത്തിയാണിത്. ഇതിൽ നമ്മൾ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വയറ് നല്ല ഫില്ലിങ്സ് ആയിട്ടിരിക്കും. കുറേ നേരം, കുറേ മണിക്കൂറുകളോളം നമുക്കിത് വിശക്കാണ്ട് ഇരിക്കും കേട്ടോ. കാരണം നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ഹെൽത്തി ആയിട്ടും അതേപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. നമുക്ക് ഒരുപാട് നേരത്തേക്ക് വിശക്കാണ്ട് തന്നെ ഇരിക്കുന്ന ഒന്നാണ്. ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ നമ്മുടെ ചാനൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ കയറി ഒന്ന് കണ്ടു നോക്കുക, ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.